ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കർക്കിടക കഞ്ഞി വയ്ക്കാലോ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചെടികളാണ്, മരുന്ന് ചെടികളാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാമേ. ഫ്രഷ് ആയിട്ട് ഇപ്പോൾ പറിച്ചോണ്ട് വന്നതേ ഉള്ളൂ. ഞാൻ കുറേ നോക്കി കേട്ടോ, ഇവിടെയൊക്കെ കുറേ പറമ്പിലൊക്കെ നോക്കി അവസാനം കുറച്ചൊക്കെ കിട്ടി. അതിലെന്തൊക്കെയാണ് ഇതാ ഈ നിലമ്പാല എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇത് നിലമ്പാല. ഇതിവിടെ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് തുളസിയുടെ ചുവട്ടിൽ 2-3 കിളുത്ത് വന്നിട്ടുള്ളതായിരുന്നു, വലുതായിട്ട് നിന്നു കേട്ടോ. അതെനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇത് നല്ല ഒരു ഇതാണ്, നിലപ്പാല എന്ന് പറയും, നിലപ്പാല അങ്ങനെ എന്തോ പറയും കേട്ടോ. എന്തായാലും ഇത് ഈ സംഭവം അതെന്തെങ്കിലും നിറയെ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടോ, ഇതിൻ്റെ പൂവ് കണ്ടോ. ഇത് നല്ലതാണ് കേട്ടോ ഫ്രണ്ട്സ്, നല്ലൊരു ഔഷധമാണേ. അപ്പോൾ അത് പിന്നെ എനിക്ക് കിട്ടിയത് നമ്മുടെ കീഴാർനെല്ലി. പിന്നെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാറുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെതാ നെല്ലിക്ക പോലെ ഉണ്ട് കണ്ടോ, നെല്ലിക്ക പോലെ ഉണ്ടാവും, അതാണ് കീഴാർനെല്ലി. എല്ലാത്തിൻ്റെയും താഴെ നെല്ലിക്ക പോലെ ഉണ്ടാവും, അതാണ് കീഴാർനെല്ലി കിട്ടി. പിന്നെ കിട്ടിയത് നോക്കട്ടെ, ഇതെന്തായിരുന്നു, വേറൊരു സംഭവം. ഇത് പൂവാങ്കുറുന്നിലാണ് കേട്ടോ. പൂവാങ്കുറുന്നിൽ കിട്ടിയിട്ടുണ്ട്. പൂവാങ്കുറുന്നിലും അതിവിടെ കിട്ടുന്ന ഒരു സംഭവമാണ്, കീഴാർനെല്ലി, പൂവാങ്കുറുന്നിൽ. പിന്നെ ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണോ എന്ന് ഡൗട്ട് ഇല്ലാതില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് എടുക്കുന്നില്ല. അതിനെ ഞാനവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആവശ്യമില്ലാത്തത് കരച്ച് കഴിക്കണ്ടല്ലോ. പിന്നെ എനിക്കൊരു സന്തോഷം കേട്ടോ. ഇന്ന് ഈ 2-3 സംഭവങ്ങൾ ഇവിടെ അങ്ങനെ കാണാത്ത 2-3 ഔഷധ ചെടികൾ എനിക്ക് കിട്ടി. ഇത് കണ്ടോ, നമ്മുടെ മുയൽച്ചെവിയൻ എന്നൊക്കെ പറയില്ല, അത് കിട്ടി കേട്ടോ. അതാ കണ്ടോ ഈ പൂവുള്ളത്, അത് കിട്ടി ഫ്രണ്ട്സ്. ഇത്രയേ ഉള്ളൂ, കുറേ നോക്കിയിട്ടാണ് ഇത്രയും കിട്ടിയത്. പിന്നെ മുക്കുറ്റി കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. ഇതെല്ലാം ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ തഴുതാമ, പിന്നെ കിട്ടിയത് തഴുതാമ. അതായത് ഈ സംഭവം കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ തഴുതാമ നിറയെ കിട്ടി കേട്ടോ. ഇത്രയും തണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ, ഇത്രയും തണ്ട് എടുത്തു. ഇനി ഇത് കഞ്ഞിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം കുറച്ച് ഉണക്കലരി എടുത്ത് കഴുകി വെള്ളവുമായിട്ട് അടുപ്പിൽ വയ്ക്കുക. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പച്ചിലകളെല്ലാം ചതച്ച് ഇതിൻ്റെ നീരെടുത്ത് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഉലുവ ഇടണം. കുറച്ച് ഉലുവ, ജീരകം, ആശാളി എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ മരുന്ന് കടയിൽ വാങ്ങാൻ കിട്ടും. അതും കൂടി ചേർത്ത് നല്ലവണ്ണം വേവിക്കുക. അരി വെന്ത ഒരു 1/4 ഭാഗമൊക്കെ വേവ് ആവുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ, ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് വെച്ച് തേങ്ങാപ്പാൽ കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് ഒരുപാട് ഇങ്ങനെ കയ്പ്പ് വരുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ കയ്പ്പ് ആക്കിയിട്ടില്ല കേട്ടോ. അതാണ് മരുന്ന് കുറച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട്, ഇത് വെളുത്തുള്ളി അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാറും മരുന്ന് കഞ്ഞിയും, വാവോ, നല്ല അടിപൊളി കോമ്പിനേഷനാണേ. യമ്മി. എനിക്കിത് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടൻ കുറച്ചേ കഴിച്ചുള്ളൂ. ചേട്ടൻ അത് കഴിക്കാൻ അത്ര താല്പര്യമല്ല, എന്നാലും കുറച്ച് കഴിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.